ധർമ്മസ്ഥലയിൽ സാക്ഷി ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ ഇന്നും തെരച്ചിൽ തുടരും കേട്ടോ. ഇന്നലെ നടന്ന തെരച്ചിലിൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി എങ്കിലും അത് പുരുഷന്റേതെന്നാണ് സൂചന. സാരംഗ് ചേരുന്നുണ്ട് വിശദവിവരങ്ങളുമായി. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ പുരുഷന്റേതെന്നാണല്ലോ വിലയിരുത്തുന്നത്. ഇനി എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഏതൊക്കെ പോയിന്റുകളിലാണ് ഇനി പരിശോധന നടത്താനുള്ളത്? ഈ ശാസ്ത്രീയമായ പരിശോധന, കെമിക്കൽ പരിശോധന അടക്കമുള്ളവ എങ്ങനെ പുരോഗമിക്കുന്നു? മോദി, ഇനി സാക്ഷി അന്വേഷണ സംഘത്തിന് മുൻപിൽ വെളിപ്പെടുത്തിയ 3 പോയിന്റുകളാണ് ഇനി പ്രധാനമായും പരിശോധിക്കാനുള്ളത്. 11, 12, 13. ഇതിൽ 11ാമത്തെയും 12ാമത്തെയും പോയിന്റ് ഇന്നലെ പരിശോധിക്കുമെന്നാണ് അറിയിച്ചതെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അതിനേക്കാളധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ട മറ്റൊരു പോയിന്റ് സാക്ഷിക്ക് വീണ്ടും ഓർമ്മ വരികയും അതേ തുടർന്ന് അങ്ങോട്ടേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള ശ്രമത്തിനിടയിലാണ് ഇത്തരത്തിലൊരു മനുഷ്യൻ്റെ പൂർണ്ണമായ അസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ലഭിക്കുന്നത്. അത് പിന്നീട് നടത്തിയ പ്രാഥമിക നിഗമനത്തിൽ അത് ഒരു ആത്മഹത്യ ചെയ്ത പുരുഷൻ്റെതാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ അവിടെ നിന്ന് ലഭിച്ചു എന്ന് തന്നെയാണ് SIT ഇപ്പോൾ നിലവിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. കയറും അതോടൊപ്പം തന്നെ ചെറിയ തോതിലുള്ള വസ്ത്രങ്ങളും അവിടെ നിന്ന് ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും അത് മാറ്റി നിർത്താനായി SIT സംഘം തയ്യാറായിട്ടില്ല. സാധാരണ ആ ഒരു പ്രൊസീജിയറിൻ്റെ രീതിയിലേക്ക് തന്നെ അവർ കടക്കുകയാണ്. ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അസ്ഥികൂടവും അതോടൊപ്പം തന്നെയുള്ള മറ്റു വസ്തുക്കളും അയച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ മറ്റ് 3 കേന്ദ്രങ്ങളിലേക്ക് ഈ മണ്ണുമാന്തി യന്ത്രവും അതോടൊപ്പം തന്നെ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തന്നെയായിരിക്കും നടക്കുക. അത് ഇനി 13ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ സങ്കീർണമായ രീതിയിലേക്ക് മാറാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം അത് ഒരു ഗ്രാമീണ റോഡിലെ വശത്തുള്ള ഒരു വലിയൊരു പ്രദേശമാണ്. അതിനിടയിൽ തന്നെ വലിയ തോതിലുള്ള ഒരു ഇലക്ട്രിക് ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് കൂടി തിരച്ചിൽ വ്യാപിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. വിദഗ്ധ പരിശോധനകൾ നടക്കുകയാണ്. കുറച്ച് സങ്കീർണമായിരിക്കും ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്നാണ് സാരംഗ് പറയുന്നത്.